ഹലോ ഗായ്സ്, യാത്ര ഇപ്പം കുറച്ച് സിലോപ്പിയ കിട്ടി. 1 കിലോ സിലോപ്പിയ വാങ്ങിച്ചു. വലിയ സിലോപ്പിയായിരുന്നു. ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല. കണ്ടപ്പോൾ തോന്നി വാങ്ങിച്ച്. മുമ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് മുളക് കറി വെക്കാം. നല്ലൊരു മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് കൂട്ടെല്ലാം ഞാൻ മുമ്പത്തെ റെസിപ്പിയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. അറിയാത്തവർക്ക് അറിയുന്നവരുമുണ്ട്. നിങ്ങൾക്കറിയാമെന്നറിയാം, എന്നാലും അറിയാത്തവർ കണ്ടോളൂ. എന്നിട്ടത് കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ച് മീൻ കണ്ടിച്ച് വൃത്തിയാക്കി, നല്ല ശരിക്കും തൊലിയൊക്കെ ഒലിച്ച് വൃത്തിയാക്കി. എന്നിട്ട് തക്കാളി 2 എണ്ണം എടുത്ത് മുളക് കറി വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നിങ്ങൾ കാണുമ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ കൂട്ടുകാരെ. മീൻ കണ്ടിച്ച് തിളച്ച് വന്നപ്പോൾ ഇട്ട് കൊടുത്ത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ നിൽക്കണം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് നിൽക്കണം. എല്ലാം റെഡിയാക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളകും എല്ലാം എടുത്തതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീഡിയോസ് മുൻപ് ഇട്ടിട്ടുണ്ട്. അതിൽ കാണാം നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഇട്ടിരിക്കുന്നത്. കറിയെല്ലാം നല്ല തിളച്ച് നല്ല ശരിയായി വന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് നേരം എല്ലാം റെഡിയായിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് നല്ല കുറച്ച് നേരം വേവട്ടെ. അധികം വേവില്ല സിലോപ്പിയയ്ക്ക്. നല്ല മീനാട്ടോ. നല്ല എളുപ്പം തൊലിയൊക്കെ ഒലിക്കാൻ പറ്റും. അതുകൊണ്ട് തിളച്ച് നല്ല റെഡിയായി. കറിയൊക്കെ നല്ല ശരിയായിട്ട് വന്ന് കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ടോ. കുറച്ച് നല്ല വിഷമില്ലാത്ത ഇവിടുത്തെ കറിവേപ്പില. ആ കറിവേപ്പിലെല്ലാം ഞെവിടിയിടണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മണവും ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ വെറുതെ മുഴുവൻ ഇടുന്നതിനേക്കാളും നല്ല ഞെവിടിയിടണം. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫാക്കാം. പിന്നെ ഇട്ട് തിളപ്പിക്കട്ടെ. കറി റെഡിയായി. എല്ലാവരും ഇത് കണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്കും കമൻറ്റും എല്ലാം ഇടണേ കൂട്ടുകാരെ. എല്ലാം റെഡിയായി. അടിപൊളി സിലോപ്പിയ മുളക് കറി വെച്ചു. സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാം റെഡിയായിട്ടുണ്ട്.